നമസ്കാരം. മിഡിൽ ഈസ്റ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ഈജിപ്തുമായുള്ള സഹകരണത്തിൽ സംതൃപ്തി അറിയിച്ച് ഇന്ത്യ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സന്ദർശിച്ച് ഈജിപ്ത് വിദേശകാര്യമന്ത്രി ബദർ അബ്ദുല്ലറ്റി. വ്യാപാരം, ഊർജം, സാങ്കേതികവിദ്യ, പ്രതിരോധ മേഖലകളിൽ പുരോഗതിയെന്ന് പ്രധാനമന്ത്രി. ഗാസ സമാധാന കരാറിന് ഈജിപ്ഷ്യൻ പ്രസിഡന്റിന് മോദിയുടെ അഭിനന്ദനം. ലോകത്ത് തൊഴിലില്ലായ്മ നിരക്ക് ഏറ്റവും കുറഞ്ഞ രാജ്യങ്ങളുടെ പട്ടികയിൽ പ്രഥമ സ്ഥാനം നേടി UAE. നേട്ടം ഈ വർഷത്തെ ലേബർ ഫോഴ്സ് ഗ്രോത്ത് ഇൻഡെക്സ് റേറ്റിംഗിൽ. തൊഴിലിടങ്ങളിലെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി നിർമ്മിത ബുദ്ധി നിയന്ത്രിത സംവിധാനം നടപ്പാക്കാൻ ഒരുങ്ങിയ രാജ്യം. കുവൈറ്റിൽ ട്രാഫിക് സിഗ്നലിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കരുതെന്ന നിർദ്ദേശം. പിടിക്കപ്പെട്ടാൽ 70 കുവൈറ്റ് ദിനാർ പിഴ. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം ബോർഡ് അധികൃതരുടെ ഒത്താശയോടെ 2 കിലോയോളം സ്വർണം തട്ടിയെന്ന് റിമാൻഡ് റിപ്പോർട്ട്. ഈ മാസം 30 വരെ ഉണ്ണികൃഷ്ണൻ പോറ്റി കസ്റ്റഡിയിൽ. തന്നെ കുടുക്കിയവർ നിയമത്തിന് മുന്നിൽ വരുമെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി. തുലാമാസ പൂജകൾക്കായി ശബരിമല നട തുറന്നു. ശബരിമലയിൽ ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണ്ണപ്പാളികൾ പുനഃസ്ഥാപിച്ചു. കോൺഗ്രസ് പുനഃസംഘടനയിൽ അതൃപ്തി. പട്ടികയിൽ വിയോജിപ്പുമായി കെ മുരളീധരനും ചാണ്ടി ഉമ്മനും. പുതിയ നേതൃത്വത്തിൽ സംതൃപ്തരെന്ന് സണ്ണി ജോസഫ്. കോൺഗ്രസ് ജംബോ പാർട്ടിയെന്നും ഇനിയും ഭാരവാഹികൾ വരുമെന്നും KPCC അധ്യക്ഷൻ. അർജന്റീന ഫുട്ബോൾ ടീം നവംബറിൽ കേരളത്തിൽ കളിക്കാനെത്തില്ലെന്ന് റിപ്പോർട്ട്. നടപടി ക്രമീകരണങ്ങൾ സജ്ജമാക്കാൻ സംഘാടകർക്ക് കഴിഞ്ഞില്ലെന്ന് വിദേശ മാധ്യമങ്ങൾ. രഞ്ജി ട്രോഫിയിൽ കേരളത്തിനെതിരെ മഹാരാഷ്ട്രയ്ക്ക് 20 റൺസ് ഒന്നാം ഇന്നിംഗ്സ് ലീഡ്. രണ്ടാം ഇന്നിംഗ്സിൽ മഹാരാഷ്ട്രയ്ക്ക് മികച്ച തുടക്കം. ഈജിപ്ത് വിദേശകാര്യമന്ത്രി ബദർ അബ്ദുല്ലറ്റിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചർച്ച നടത്തി. ഗാസ സമാധാന നീക്കത്തിൽ നിർണായക പങ്കുവഹിച്ചതിന് ഈജിപ്ത് പ്രസിഡന്റിനെ പ്രധാനമന്ത്രി അഭിനന്ദനം അറിയിച്ചു. മേഖലയിൽ ശാശ്വത സമാധാനം പ്രതീക്ഷിക്കുന്നു എന്നും നരേന്ദ്രമോദി പറഞ്ഞു. ദില്ലിയിൽ നടന്ന ഇന്ത്യ ഈജിപ്ത് തന്ത്രപ്രധാന സംഭാഷണത്തെക്കുറിച്ച് അബ്ദുല്ലറ്റി പ്രധാനമന്ത്രിയോട് വിശദീകരിച്ചു. വിദേശകാര്യമന്ത്രി S. ജയശങ്കറാണ് ഇന്ത്യൻ സംഘത്തിന് നേതൃത്വം നൽകിയത്. വ്യാപാരം, ഊർജം, സാങ്കേതികവിദ്യ, പ്രതിരോധം തുടങ്ങിയ നിരവധി മേഖലകളിലെ സഹകരണത്തിൽ കൈവരിച്ച പുരോഗതിയിൽ പ്രധാനമന്ത്രി ഈജിപ്ത് വിദേശകാര്യമന്ത്രിയെ സംതൃപ്തി അറിയിച്ചു. ശബരിമലയിലെ സ്വർണ്ണ കവർച്ചാ കേസിൽ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ 14 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടു. ദേവസ്വം ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ ഉണ്ണികൃഷ്ണൻ പോറ്റി 2 കിലോയോളം സ്വർണം തട്ടിയെടുത്തു എന്ന നിർണായക വിവരമാണ് റിമാൻഡ് റിപ്പോർട്ടിലുള്ളത്. വലിയ അളവിൽ സ്വർണം സ്പോൺസർമാരിൽ നിന്നും വാങ്ങിയെന്നും പാളികൾ പലയിടത്തും കൊണ്ടുപോയി പ്രദർശിപ്പിച്ച് പണമുണ്ടാക്കിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു. അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബുവാണ് വ്യാജരേഖയുടെ തുടക്കക്കാരനെന്നും റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം തന്നെ കുടുക്കിയവർ പുറത്തുവരുമെന്ന് കോടതിയിൽ ഹാജരാക്കുന്നതിനിടെ ഉണ്ണികൃഷ്ണൻ പോറ്റി മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിലെടുത്ത SIT സംഘം മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ പുലർച്ചെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. തുടർന്ന് വൈദ്യപരിശോധനയ്ക്ക് ശേഷം റാന്നിയിലെ കോടതിയിലേക്ക് കൊണ്ടുപോയി. ചോദ്യം ചെയ്യലിൽ തന്നെ വലിയൊരു ഗൂഢാലോചനയാണ് നടന്നതെന്നും സ്വർണ്ണക്കവർച്ചയ്ക്ക് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കും തക്കതായ പ്രതിഫലം നൽകിയെന്നതുമടക്കം ഉണ്ണികൃഷ്ണൻ പോറ്റി പലതും വെളിപ്പെടുത്തിയിട്ടുണ്ട്. ചോദ്യം ചെയ്യലും കോടതി നടപടികളും രഹസ്യ സ്വഭാവത്തോടെയാണ് നടന്നത്. ജാമ്യം നൽകിയാൽ കേസ് അട്ടിമറിക്കുമെന്ന കാരണത്താൽ 14 ദിവസത്തേക്ക് പോറ്റിയെ കസ്റ്റഡിയിൽ വിടുകയും ചെയ്തു. 9 പേജുള്ള വിശദമായ റിമാൻഡ് റിപ്പോർട്ടാണ് പുറത്തുവന്നത്. ദേവസ്വം ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണ്ണക്കവർച്ച നടത്തിയതെന്ന നിർണായക വിവരമാണ് റിമാൻഡ് റിപ്പോർട്ടിലുള്ളത്. 2019 അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബുവാണ് വ്യാജരേഖയുടെ തുടക്കക്കാരനെന്നും ചൂണ്ടിക്കാട്ടുന്നു. പാളികൾ അറ്റകുറ്റപ്പണികൾക്കായി കൊണ്ടുപോയി ഉരുക്കിയെടുത്ത ശേഷം വളരെ ചെറിയ തോതിൽ വീണ്ടും പൂശാൻ ഉപയോഗിച്ചത് ഉരുക്കിയെടുത്ത സ്വർണമായിരുന്നില്ല എന്നും കണ്ടെത്തിയിട്ടുണ്ട്. സ്പോൺസർമാരിൽ നിന്നും വലിയ അളവിൽ സ്വർണം ഇതിനായി വേറെ വാങ്ങിയാണ് പൂശിയത്. അതിനാൽ 2 കിലോയോളം വരുന്ന യഥാർത്ഥ തൊണ്ടി മുതൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിലാണെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. സ്വർണ്ണപ്പാളികൾ പലയിടത്തും കൊണ്ടുപോയി പ്രദർശിപ്പിച്ചും പണമുണ്ടാക്കി. സ്വർണം ഉരുക്കി മാറ്റിയതിൽ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിന് പങ്കുണ്ടെന്ന വിവരവും റിമാൻഡ് റിപ്പോർട്ടിലുണ്ട്. ചെന്നൈ, ബംഗളൂരു, ഹൈദരാബാദ് എന്നിവിടങ്ങളിൽ പോറ്റിയെ കൊണ്ടുപോയി തെളിവെടുക്കേണ്ടതുണ്ട്.
വലിയൊരു ആസൂത്രണമാണ് ഇതിനു പിന്നിൽ നടന്നതെന്നും വിശ്വാസം വ്രണപ്പെടുത്താൻ ശ്രമിച്ചുവെന്നും ആചാരലംഘനം നടത്തിയെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി മുമ്പും സമാനമായ കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ട്. കൂട്ടുപ്രതികളുടെ പങ്കും വ്യക്തമാകണം. അന്യായമായി കൂടുതൽ ലാഭമുണ്ടാക്കാൻ ശ്രമിച്ചുവെന്നും അതിലൂടെ ബോർഡിന് നഷ്ടമുണ്ടാക്കിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം തന്നെ കുടുക്കിയെന്നും കുടുക്കിയവർ ദൈവത്തിനു മുന്നിൽ വരുമെന്നുമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. എന്നെ കുടുക്കിയവർ ഇത് നിയമത്തിന്റെ മുമ്പിൽ വരും. പത്തനംതിട്ടയിൽ നിന്നും വൈകിട്ടോടുകൂടി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തിരുവനന്തപുരത്ത് ക്രൈംബ്രാഞ്ച് ഓഫീസിൽ എത്തിച്ചു. ഇനി ചോദ്യം ചെയ്യലും തെളിവെടുപ്പും അടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് അന്വേഷണ സംഘം കടക്കുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റിന് പിന്നാലെ പ്രതികരണവുമായി നേതാക്കൾ. പോറ്റി കുടുങ്ങിയാൽ സർക്കാർ കുടുങ്ങുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. കവർച്ചയുടെ ഉത്തരവാദികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും പ്രതികരിച്ചു. ഇനിയും നിരവധി അറസ്റ്റുകൾ ഉണ്ടാകുമെന്നാണ് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞത്. ശബരിമല സ്വർണ്ണ കവർച്ചയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് വൈകിയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു. പോറ്റി കുടുങ്ങിയാൽ സർക്കാർ കുടുങ്ങും. കടകംപള്ളി പോറ്റിയെ പുകഴ്ത്തുന്ന ദൃശ്യങ്ങൾ നേരത്തെ പുറത്തു വന്നതാണെന്നും വി ഡി സതീശൻ പറഞ്ഞു. ഇവർക്ക് അറിയാമായിരുന്നിട്ട് ഇവർ മൂടി വയ്ക്കുകയായിരുന്നു എന്നാണ് ഹൈക്കോടതി പറഞ്ഞത്. അന്ന് എന്തുകൊണ്ട് ആ പോറ്റിക്കെതിരായിട്ട് ഇവര് നടപടിയെടുത്തില്ല? പോറ്റി കുടുങ്ങിയാൽ ഇവരും കുടുങ്ങുമെന്ന് ഇവർക്ക് അറിയായിരുന്നു. പോറ്റി കുടുങ്ങിയാൽ ഇവരും കുടുങ്ങും. ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്തത് നല്ല കാര്യമാണെന്നും സ്വർണം എത്രയും പെട്ടെന്ന് വീണ്ടെടുക്കണമെന്നും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞു. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്യാൻ 10 ദിവസമെടുത്തു. പോറ്റി മാത്രമല്ല, പോറ്റിയെ പോറ്റിയവരുമുണ്ട്. അവരിലേക്ക് അന്വേഷണം എത്തണമെന്നും സണ്ണി ജോസഫ് ആവശ്യപ്പെട്ടു. അതിലെ ഒരു പ്രതിയെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തതായിട്ട് കാണിച്ചിട്ടുള്ളത്. അത്രയും മുന്നോട്ട് വന്നത് അംഗീകരിക്കുന്നു. പക്ഷേ പോറ്റി മാത്രമല്ല, പോറ്റിയെ പോറ്റി വളർത്തിയവരുണ്ട്. പോറ്റിയിൽ നിന്ന് ആനുകൂല്യങ്ങൾ പറ്റി വളർന്നവരുണ്ട്. കവർച്ചയിൽ ആരാണോ ഉത്തരവാദികൾ അവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വ്യക്തമാക്കി. അയ്യപ്പന്റെ ഒരു സ്വത്തും നഷ്ടപ്പെടാതെ തിരിച്ചുപിടിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും കുറ്റവാളികളെയെല്ലാം നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുമെന്നും ആർക്കും ഒരു സംരക്ഷണവും ഉണ്ടാകില്ലെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ആരാണോ ഉത്തരവാദികൾ അവർക്കെതിരായി കർശനമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഒരു നഷ്ടവും ശബരിമലയിൽ അയ്യപ്പന് സംഭവിക്കാത്ത രീതിയിൽ തിരിച്ചുപിടിക്കാനാവുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കേസിൽ ഇനിയും നിരവധി അറസ്റ്റുകൾ ഉണ്ടാകുമെന്നും 6 ആഴ്ച ക്ഷമയോടെ കാത്തിരിക്കണമെന്നും മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പ്രതികരിച്ചു. കടുത്ത ശിക്ഷ തന്നെ ഉണ്ടാകും. ശരിയായ രീതിയിലാണ് അന്വേഷണം മുന്നോട്ടു പോകുന്നതെന്നും കടകംപള്ളി സുരേന്ദ്രൻ വ്യക്തമാക്കി. 6 ആഴ്ചക്കാലം നമ്മൾ കാത്തിരിക്കണം. 6 ആഴ്ച കഴിയുമ്പോഴേക്ക് ഇതുമായി ബന്ധപ്പെട്ട ഈ ശബരിമലയിലെ ഈ കവർച്ചയുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ ആരൊക്കെയാണെന്നുള്ള കാര്യം നിശ്ചയമായിട്ടും പുറത്തു വരിക തന്നെ ചെയ്യും. ശബരിമലയിൽ സ്ഥാപിച്ച സ്വർണ്ണപ്പാളികൾ കേസിലെ തൊണ്ടി മുതലാണെന്ന് BJP നേതാവ് കുമ്മനം രാജശേഖരൻ ആരോപിച്ചു. തെളിവായി കോടതിയിൽ സൂക്ഷിക്കേണ്ടവയാണ് സ്ഥാപിച്ചത്. ദേവസ്വം ബോർഡ് തിടുക്കപ്പെട്ട് സ്ഥാപിച്ചത് എന്തിനാണെന്ന് വ്യക്തമാക്കണമെന്നും കുമ്മനം രാജശേഖരൻ പറഞ്ഞു. ദ്വാരപാലക ശില്പപ്പാളികൾ അവിടെ പ്രതിഷ്ഠിക്കുകയാണ്, പുനഃപ്രതിഷ്ഠിക്കുകയാണ്. വാസ്തവത്തിൽ അത് തൊണ്ടി സാധനമാണ്. പക്ഷേ ദേവസ്വം ബോർഡ് വളരെ തിടുക്കത്തിൽ പ്രതിഷ്ഠിക്കുകയാണ്. എന്തിനാണ്? ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. സ്വർണ്ണ കവർച്ചാ വിവാദങ്ങൾക്കിടെ തുലാമാസ പൂജകൾക്കായി ശബരിമല നട തുറന്നു. തന്ത്രി മകേഷ് മോഹൻരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരിയാണ് നട തുറന്നത്. ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം പൂശിയ പാളികൾ പുനഃസ്ഥാപിച്ചു. ചെന്നൈയിൽ എത്തിച്ച് കേടുപാടുകൾ പരിഹരിച്ച ശേഷമാണ് സ്വർണം പൂശിയ പാളികൾ പുനഃസ്ഥാപിച്ചത്. ആദ്യം സ്വർണം പൂശിയ പീഠവും പിന്നാലെ പാളികളും ദ്വാരപാലക ശില്പങ്ങളിൽ സ്ഥാപിച്ചു. അതിനിടെ രാഷ്ട്രപതിയുടെ സന്ദർശനത്തിനായുള്ള ഒരുക്കങ്ങളും സന്നിധാനത്ത് പുരോഗമിക്കുകയാണ്. ശബരിമലയിൽ പുനഃസ്ഥാപിച്ച ദ്വാരപാലക ശില്പങ്ങളുടെ തൂക്കം വർദ്ധിച്ചതായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. കൊണ്ടുപോയപ്പോൾ തൂക്കം 22.833 കിലോഗ്രാം ആയിരുന്നത് തിരികെ എത്തിച്ചപ്പോൾ 9.702 ഗ്രാം വർദ്ധിച്ചിട്ടുണ്ട്. കൃത്യമായ നടപടികൾ പാലിച്ചാണ് പുനഃസ്ഥാപിച്ചത്. കോടതിയെയും കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിരുന്നു. ശബരിമലയിലെ സ്വർണം മോഷ്ടിക്കപ്പെട്ടതിലെ അന്വേഷണം നിയമത്തിന്റെ വഴിക്ക് പോകുമെന്നും അദ്ദേഹം പറഞ്ഞു. പെരുമ്പാവൂർ ഇരിങ്ങോൽക്കാവ് ഭഗവതി ക്ഷേത്രത്തിലേക്ക് ലഭിച്ചിട്ടുള്ള സ്വർണത്തിന്റെ കണക്കുകൾ ലഭ്യമല്ല എന്ന ദേവസ്വം ബോർഡ്. നാഗഞ്ചേരി മനയിലെ അംഗമായ ഗണപതി നമ്പൂതിരി നൽകിയ വിവരാവകാശ അപേക്ഷയ്ക്കാണ് ദേവസ്വം ബോർഡിന്റെ മറുപടി. നാഗഞ്ചേരി മന 200 കിലോ സ്വർണം ക്ഷേത്രത്തിന് നൽകിയിട്ടുണ്ടെന്നാണ് പരാതിക്കാരൻ പറയുന്നത്. എന്നാൽ വർഷങ്ങൾക്ക് മുമ്പുള്ള രേഖകളായതിനാൽ ലഭ്യമല്ല എന്നാണ് ദേവസ്വം ബോർഡിന്റെ വാദം.
നാഗഞ്ചേരി മനയുടെ അധീനതയിലായിരുന്നു ഇരിങ്ങോൽ ക്ഷേത്രം. പരാതിക്കാരനായ ഗണപതി നമ്പൂതിരിയുടെ മുത്തച്ഛൻ നീലകണ്ഠൻ നമ്പൂതിരിയാണ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട സ്വത്തുക്കൾ തിരുവിതാംകൂർ ദേവസ്വം കമ്മീഷണർക്ക് കൈമാറിയത്. 200 കിലോഗ്രാം സ്വർണം ഉൾപ്പെടെയുള്ളവയായിരുന്നു സ്വത്തുക്കളെന്ന് പരാതിക്കാരനായ ഗണപതി നമ്പൂതിരി വ്യക്തമാക്കുന്നു. ഇതിന്റെ ഇന്നത്തെ അവസ്ഥ അറിയുന്നതിനാണ് അദ്ദേഹം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ വിവരാവകാശ അപേക്ഷ നൽകിയത്. 200 കിലോ സ്വർണ്ണാഭരണ ലിസ്റ്റ്, തൂക്കം, തിരുവിതാംകൂർ ദേവസ്വം കമ്മീഷണറെ വർഷങ്ങൾക്ക് മുൻപ് ഏൽപ്പിച്ചിട്ടുള്ള ഉടമ്പടിയുടെ പകർപ്പ് എന്നിവയാണ് വിവരാവകാശ അപേക്ഷ മുഖാന്തരം ആവശ്യപ്പെട്ടത്. എന്നാൽ ദേവസ്വം ബോർഡ് കൈകഴുകി. 50 വർഷങ്ങൾക്ക് മുൻപുള്ള രേഖകൾ ലഭ്യമല്ല എന്നായിരുന്നു ബോർഡിന്റെ മറുപടി. അന്ന് മഹാരാജാവിനെ അച്ഛൻ നേരിട്ട് പോയി കണ്ട്, മുത്തശ്ശനും അച്ഛനും പോയി കണ്ടു പറഞ്ഞാൽ ഭീമമായൊരു സമ്പത്തുണ്ട്, നശിക്കാൻ സാധ്യതയുണ്ട്, അപ്പോൾ അതുകൊണ്ട് അതിനൊരു സംരക്ഷണം വേണം എന്ന് പറഞ്ഞു. അപ്പോൾ മഹാരാജാവ് അന്ന് മന്നത്ത് പത്മനാഭനെ പ്രസിഡൻ്റായിട്ട് ഒരു കമ്മിറ്റി രൂപവൽക്കരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഈ ക്ഷേത്രവും കൂടെ ഉൾപ്പെടുത്തി. അപ്പോൾ അതുകൊണ്ട് ഇല്ലത്തെ നിലവറയിൽ 200 കിലോ സ്വർണ്ണാഭരണങ്ങൾ സൂക്ഷിച്ച് വച്ചിരുന്നത് അത് ഇപ്പോൾ ഇല്ല, അതിൻ്റെ രേഖകളില്ല, സാധനമില്ല എന്നുള്ള രീതിയിലുള്ളൊരു സമീപനമാണ് ദേവസ്വം ബോർഡിൽ നിന്നും വിവരാവകാശ കമ്മീഷനിൽ നിന്നും എനിക്ക് ലഭിച്ചത്. അസിസ്റ്റന്റ് ദേവസ്വം കമ്മീഷണർ ഓഫീസിൽ നിന്നോ ദേവസ്വം മേലോഫീസിൽ നിന്നോ കൃത്യമായ മറുപടി ലഭിച്ചില്ല. കേരളത്തിലെ പ്രബലരായ ജന്മി കുടുംബമായിരുന്നു നാഗഞ്ചേരി മനക്കാർ. നിരവധി സ്വത്തുക്കളും ഇവർക്കുണ്ടായിരുന്നു. അതാണ് ക്ഷേത്രത്തിന്റെ ഭാഗമായി ദേവസ്വം ബോർഡിലേക്ക് എത്തിയത്. ഇന്നത്തെ സ്വർണത്തിൻ്റെ വില വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ ഒരു 3000 കോടി രൂപയുടെ സ്വർണ്ണമാണ് അന്ന് ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരുന്ന മന്നത്ത് പത്മനാഭൻ, അന്നത്തെ ദേവസ്വം കമ്മീഷണറുടെ മഹാരാജാവിൻ്റെ കൽപ്പന പ്രകാരം അത് ഏറ്റുവാങ്ങിയിട്ടുള്ളത്. 200 പവൻ ബ്രിട്ടൻ പവൻ കൊണ്ടുണ്ടാക്കിയ തങ്ക അങ്കിയുണ്ട്. ആ അങ്കിയിൽ വിലമതിക്കാനാവാത്ത രത്നങ്ങൾ പതിച്ചിട്ടുണ്ട്. ഇരിങ്ങോൽക്കാവിൽ മാത്രമല്ല, ക്ഷേത്രങ്ങളുടെ ഭാഗമായി ദേവസ്വം ബോർഡുകളിലേക്ക് എത്തിയ സ്വത്തുക്കൾക്കൊന്നും ശരിയായ കണക്കോ പരിശോധനകളോ ഇല്ലേ എന്നതാണ് പ്രധാന ചോദ്യം. വിഷയത്തിൽ നിയമപരമായി മുന്നോട്ടു പോകാനാണ് ഗണപതി നമ്പൂതിരിയുടെ തീരുമാനം. അമൃത ന്യൂസ്, കൊച്ചി. എറണാകുളം പള്ളുരുത്തി സെന്റ് റീത്ത സ്കൂളിന് ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടി. ശിരോവസ്ത്രം ധരിച്ച കുട്ടിയെ സ്കൂളിൽ പ്രവേശിപ്പിക്കണമെന്ന DDEയുടെ ഉത്തരവിന് സ്റ്റേ ഇല്ല. DDEയുടെ ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം ഹൈക്കോടതി തള്ളി. സെന്റ് റീത്ത സ്കൂളിന്റെ ഹർജിയിൽ സർക്കാരിനോട് ഹൈക്കോടതി വിശദീകരണം തേടി. ഹിജാബ് വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ പള്ളുരുത്തി സെന്റ് റീത്താസ് ഹൈസ്കൂളിൽ പഠനം തുടരാൻ താൽപ്പര്യമില്ലെന്ന് കുട്ടി അറിയിച്ചതായി പിതാവ്. കുട്ടി വലിയ മാനസിക സമ്മർദ്ദത്തിലാണെന്നും പിതാവ് പറഞ്ഞു. അതേസമയം സ്കൂൾ നിയമങ്ങൾ പാലിച്ച് കുട്ടിക്ക് സ്കൂളിൽ പഠനം തുടരാമെന്ന് സ്കൂൾ പ്രിൻസിപ്പൽ പ്രതികരിച്ചു. പള്ളുരുത്തി ഹിജാബ് വിവാദത്തിൽ കുട്ടിയെ മറ്റൊരു സ്കൂളിൽ ചേർക്കാനാണ് പിതാവ് അനസിന്റെ തീരുമാനം. ഇക്കാര്യം കുട്ടി തന്നെ ആവശ്യപ്പെട്ടു എന്നും കുട്ടി മാനസികമായി ബുദ്ധിമുട്ടിലാണെന്നും അതുകൊണ്ടാണ് ഇങ്ങനെയൊരു തീരുമാനമെടുക്കുന്നതെന്നും പിതാവ് വ്യക്തമാക്കി. സെന്റ് റീത്ത സ്കൂളിൽ നിന്നും TC വാങ്ങുന്നതിനുള്ള നടപടികളിലേക്ക് ഉടൻ കടക്കും. എൻ്റെ മകള് ഹിജാബ് ധരിച്ചു വരുമ്പോൾ കുട്ടികൾക്ക് ഭയമുണ്ടാകുന്നു എന്ന് അവിടുത്തെ പ്രിൻസിപ്പൽ പറഞ്ഞത് എൻ്റെ മകൾക്ക് വളരെയധികം വിഷമമുണ്ടാക്കിയ വാക്കാണ്. എൻ്റെ കുട്ടിയെ അവിടെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എൻ്റെ മകൾ ധരിച്ചിരുന്ന ഷാള് മതേതരത്വമില്ലേ ആ ഷാളിൽ, അവിടെ ഒരു സംഘർഷം ഒഴിവാക്കാൻ വേണ്ടി പരാതിയുമായി ഞാൻ പോകുന്നില്ല. കുട്ടിക്കും കുടുംബത്തിനുമെതിരെ വ്യാജ പ്രചരണങ്ങൾ നടക്കുന്നുവെന്നും ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും കുട്ടിയുടെ പിതാവിന്റെ അഭിഭാഷകൻ പറഞ്ഞു. ഇദ്ദേഹത്തിനെതിരെ വ്യാജമായി നടക്കുന്ന പ്രചരണങ്ങൾക്കെതിരെ മാത്രമാണ് ഇപ്പോൾ നിയമ നടപടികൾ സ്വീകരിക്കാൻ തീരുമാനിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മകളുടെ ഹിജാബ് ധരിക്കുവാനുള്ള വിശ്വാസപ്രകാരവും സംസ്കാരപ്രകാരവുമുള്ള അവകാശവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ബാക്കിയാണ്. എന്നാൽ ഈ ഒരു വിഷയത്തിൽ ഇനിയൊരു സംഘർഷവുമായി മുന്നോട്ട് പോകേണ്ടതില്ല എന്ന നിലപാടാണ് അദ്ദേഹം സ്വീകരിക്കുന്നത്. അതേസമയം സ്കൂൾ നിയമങ്ങൾ അനുസരിക്കാൻ തയ്യാറാണെങ്കിൽ വിദ്യാർത്ഥിനിക്ക് സ്കൂളിൽ പഠനം തുടരാമെന്ന് പ്രിൻസിപ്പൽ ഹെലീന ആൽബി വ്യക്തമാക്കി. ഇവിടുത്തെ ഈ സ്കൂളിലെ നിയമങ്ങളും നിബന്ധനകളും അനുസരിച്ച് ഞങ്ങളുടെ വിദ്യാർത്ഥിനി വന്നാൽ ആദ്യ ദിനം വന്ന അതേ സ്നേഹത്തിൽ വിദ്യാഭ്യാസം പൂർത്തിയാകുമ്പോളം ആ കുഞ്ഞിനെ വിദ്യ നൽകാൻ ഞങ്ങൾ തയ്യാറാണ്. കുട്ടികൾക്ക് വേണ്ടതെല്ലാം സ്കൂൾ നൽകുന്നുണ്ട്. കുട്ടി സ്കൂളിൽ നിന്ന് TC വാങ്ങാൻ തീരുമാനിച്ച കാര്യം നിലവിൽ അറിയില്ലെന്നും പ്രിൻസിപ്പൽ പറഞ്ഞു. അമൃത ന്യൂസ്, കൊച്ചി. ജംബോ പട്ടിക പുറത്തു വന്നിട്ടും KPCC പുനഃസംഘടനയെ ചൊല്ലി ഭിന്നത ശക്തമാകുന്നു. ഷമാ മുഹമ്മദിനും ചാണ്ടി ഉമ്മനും പിന്നാലെ മുതിർന്ന നേതാവ് K മുരളീധരനും വിയോജിപ്പ് പ്രകടിപ്പിച്ച് രംഗത്തുണ്ട്. അതേസമയം പുനഃസംഘടനയിൽ സംതൃപ്തരെന്നും വിയോജിപ്പുകൾ ഉണ്ടെങ്കിൽ പരിഹരിച്ച് മുന്നോട്ടു പോകുമെന്നുമാണ് നേതൃത്വം വ്യക്തമാക്കുന്നത്. നേതൃത്വം ഒറ്റക്കെട്ടാണ് എന്ന് പല ആവർത്തി പറയുന്ന കോൺഗ്രസിൽ തെരഞ്ഞെടുപ്പെന്ന നിർണായക വേളയിൽ പോലും പടലപ്പിണക്കങ്ങൾ മറനീക്കി പുറത്തുവരികയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ നടപടി മുതൽ കോൺഗ്രസ് നേതൃത്വം പല ഗ്രൂപ്പുകളായി തിരിഞ്ഞ് പോരടിക്കുകയാണ്. VD സതീശൻ ഷാഫി പറമ്പിൽ ചേരിയിലുണ്ടായ വിള്ളൽ
പുതിയ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷന്റെ തെരഞ്ഞെടുപ്പായപ്പോഴേക്കും കലഹമായി മാറി. അത് കെട്ടടങ്ങും മുമ്പേ KPCC ഭാരവാഹി പട്ടികയെ ചൊല്ലി പുതിയ പൊട്ടിത്തെറി ഉടലെടുക്കുന്നു. കലഹം ഒഴിവാക്കാൻ എല്ലാവരെയും തൃപ്തിപ്പെടുത്തിയാണ് ജംബോ പട്ടിക പുറത്തു വന്നതെങ്കിലും ഒഴിവാക്കപ്പെട്ടവർ വെറുതെ ഇരിക്കാൻ തയ്യാറല്ല. FB പോസ്റ്റിട്ട് ക്ഷമ മുഹമ്മദ് ആദ്യം രംഗത്ത് വന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിലും സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിക്കാത്തതിൽ നേതൃത്വത്തിനെതിരെ ക്ഷമ പരസ്യമായി രംഗത്ത് വന്നിരുന്നു. യോഗ്യതയാണോ മാനദണ്ഡമെന്ന ചോദ്യം പട്ടിക പ്രസിദ്ധീകരിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ക്ഷമ ഉന്നയിച്ചു. പിന്നാലെ ചാണ്ടി ഉമ്മനെ ഒഴിവാക്കിയതിൽ ചാണ്ടി അനുകൂല വിഭാഗം അതൃപ്തി രേഖപ്പെടുത്തി. KPCC വൈസ് പ്രസിഡന്റ് സ്ഥാനം പ്രതീക്ഷിച്ചിരുന്ന ചാണ്ടിയെ നേതൃത്വം മനഃപൂർവ്വം തഴഞ്ഞുവെന്നാണ് ഒരു വിഭാഗം ആരോപിക്കുന്നത്. തന്റെ പിതാവിന്റെ ഓർമ്മ ദിവസം AICC ദേശീയ സെല്ലിൽ നിന്ന് തന്നെ ഒഴിവാക്കിയതിലെ അമർഷം കഴിഞ്ഞ ദിവസം പരസ്യപ്പെടുത്തിയ ചാണ്ടി ഉന്നമിട്ടത് KC വേണുഗോപാലിനെയും VD സതീശനെയുമാണ്. പിന്നാലെ K മുരളീധരനും താൻ മുന്നോട്ട് വെച്ച പേരുകൾ ഒഴിവാക്കിയതിലെ വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നു. K കരുണാകരന്റെ കാലം മുതൽ ഒപ്പമുണ്ടായിരുന്ന മരിയാപുരം ശ്രീകുമാറിനെയും KM ഹാരിസിനെയും ഉൾപ്പെടുത്താത്തതിൽ പക്ഷെ വിയോജിപ്പ് പരസ്യപ്പെടുത്താൻ തൽക്കാലം മുരളീധരൻ തയ്യാറാകുന്നില്ല എന്നു മാത്രം. കോൺഗ്രസ് ഒരു ജംബോ പാർട്ടിയാണ്. അതിനൊരു ചെറിയ നേതൃത്വം പോരാ, ശക്തമായ നേതൃത്വം വേണം. കാര്യമായ അതൃപ്തികളൊന്നും ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഏതാണ്ട് എല്ലാവരുടെയും ഫലപ്രദമായ നിർദ്ദേശങ്ങൾ ഒരു മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാം പരിശോധിച്ചിട്ടുണ്ട്, പരിഗണിച്ചിട്ടുണ്ട്. 13 വൈസ് പ്രസിഡന്റുമാരും 58 ജനറൽ സെക്രട്ടറിമാരും 39 രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങളുമാണ് ഇപ്പോൾ ഉള്ളത്. ഇനി KPCC സെക്രട്ടറിമാരെ കൂടി പ്രഖ്യാപിക്കാനുണ്ട്. DCC അധ്യക്ഷന്മാരുടെ പുനഃസംഘടന വൈകുമെന്നാണ് വിവരം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. തൊഴിലിടങ്ങളിലെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി നിർമ്മിത ബുദ്ധി നിയന്ത്രിത സംവിധാനം നടപ്പാക്കാൻ ഒരുങ്ങി UAE. ദുബായിൽ നടക്കുന്ന ജൈറ്റെക്സ് ഗ്ലോബൽ പ്രദർശന വേദിയിലാണ് ഇത് അവതരിപ്പിച്ചത്. UAE മാനവശേഷി സ്വദേശീവൽക്കരണ മന്ത്രാലയം പുറത്തിറക്കിയ നൂതന സംവിധാനം മനുഷ്യ ഇടപെടൽ ഇല്ലാതെ തന്നെ തൊഴിൽ ഇടങ്ങളിലെ സുരക്ഷാ സംവിധാനങ്ങൾ പരിശോധിക്കും. നിർമ്മാണ മേഖലയിൽ ഉൾപ്പെടെ ഗുണപരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഇത് സഹായിക്കും. സുരക്ഷാ ക്രമീകരണങ്ങളിൽ പാളിച്ചകൾ കണ്ടെത്തിയാൽ തത്സമയം റിപ്പോർട്ട് ചെയ്യുകയും വീഴ്ചകൾ പരിഹരിക്കുവാനുള്ള മാർഗങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്യുന്ന സംവിധാനമായിരിക്കും ഇത്. റിയാദിൽ വാടക ഉയർത്തിയതുമായി ബന്ധപ്പെട്ട് വൻ പരിശോധന നടന്നു. 5 വർഷത്തേക്ക് പാർപ്പിട വാണിജ്യ വാടക ഉയർത്തുന്നത് വിലക്കുന്ന തീരുമാനം പരിഗണിക്കാതെ കെട്ടിടങ്ങൾക്ക് വാടക ഉയർത്തിയ 18 ഉടമകൾക്കെതിരെ നടപടികൾ സ്വീകരിച്ചതായി റിയൽ എസ്റ്റേറ്റ് ജനറൽ അതോറിറ്റി അറിയിച്ചു. ലോകത്ത് തൊഴിലില്ലായ്മ നിരക്ക് ഏറ്റവും കുറഞ്ഞ രാജ്യങ്ങളുടെ പട്ടികയിൽ പ്രഥമ സ്ഥാനം ഇടം നേടി UAE. 2025 ലേബർ ഫോഴ്സ് ഗ്രോത്ത് ഇൻഡെക്സ് റേറ്റിംഗിലാണ് UAE അഭിമാന നേട്ടം സ്വന്തമാക്കിയത്. UAEയിൽ 94 ലക്ഷം പേർ തൊഴിൽ ചെയ്യുന്നുണ്ടെന്നാണ് കണക്ക്. 2023 അപേക്ഷിച്ച് തൊഴിലില്ലായ്മ നിരക്ക് 1.9% കുറഞ്ഞു. 2023 2.1% തൊഴിലില്ലായ്മ നിരക്ക്. തൊഴിൽ ശക്തി അനുപാതത്തിൽ 2ാം സ്ഥാനത്തും വിദേശ തൊഴിൽ ശക്തി നിരക്കിൽ 3ാം സ്ഥാനത്തുമാണ് UAE. വിദഗ്ധ തൊഴിലാളികളുടെ ലഭ്യതയിൽ 2ാം സ്ഥാനവും തൊഴിൽ നിയമങ്ങളുടെ കാര്യത്തിൽ 4ാം സ്ഥാനവും UAE കരസ്ഥമാക്കി. കുവൈറ്റിലെ 6 ഗവർണറേറ്റുകളിൽ നിന്നും കുവൈറ്റ് വിസിറ്റ് പ്ലാറ്റ്ഫോം വഴി ഇതുവരെയായി 2,35,000-ഓളം സന്ദർശന വിസകൾ അനുവദിച്ചതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. സന്ദർശകർക്ക് ടൂറിസ്റ്റ്, ബിസിനസ് അല്ലെങ്കിൽ ഫാമിലി വിസകൾ എന്നിവ നിലവിൽ ലഭ്യമാണ്. 4ാം തല ബന്ധുക്കൾക്ക് സന്ദർശന വിസ നൽകുന്നതിനെക്കുറിച്ച് ആലോചനകൾ നടക്കുകയാണ്. എന്നാൽ ഈ വിഭാഗത്തിൽ ഉൾപ്പെട്ടതും 60 വയസ്സിന് മുകളിൽ പ്രായമായ അടുത്ത ബന്ധുക്കൾക്കും വിസ അനുവദിക്കുക. സ്പോൺസർമാരുടെ ശമ്പളം, തൊഴിൽ എന്നിവ അടിസ്ഥാനമാക്കിയായിരിക്കുമെന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചു. സന്ദർശക വിസയിൽ എത്തുന്നവർ ജോലി ചെയ്യുന്നത് കർശനമായി നിരോധിച്ചതായും ഇത്തരത്തിലുള്ള നിയമലംഘനം പിടിക്കപ്പെട്ടാൽ സ്പോൺസറെ ഉൾപ്പെടെ നാടുകടത്തലിന് വിധേയമാക്കുമെന്നും അധികൃതർ അറിയിച്ചു. 2023 അപേക്ഷിച്ച് 2024 സൗദിയിൽ ട്രെയിൻ യാത്രക്കാരുടെ എണ്ണത്തിൽ 40.9% വർധന രേഖപ്പെടുത്തിയതായി ജനറൽ അതോറിറ്റി ഫോർ സ്റ്റാറ്റിസ്റ്റിക്സ് അറിയിച്ചു. കഴിഞ്ഞ വർഷം ട്രെയിൻ യാത്രക്കാരുടെ എണ്ണം 4.27 കോടിയായി ഉയർന്നു. നഗരങ്ങൾക്കുള്ളിൽ സർവീസ് നടത്തുന്ന ട്രെയിനുകളാണ് ഏറ്റവും കൂടുതൽ യാത്രക്കാർ ഉപയോഗപ്പെടുത്തിയത്. ആകെ ട്രെയിൻ യാത്രക്കാരിൽ 72.8% നഗരങ്ങൾക്കുള്ളിൽ സർവീസ് നടത്തുന്ന ട്രെയിനുകളിലാണ് സഞ്ചരിച്ചത്. കുവൈറ്റിലെ ജലീബ് അൽ ഷൂക്കിൽ വ്യാജ പെർഫ്യൂം നിർമ്മാണശാല നടത്തിയിരുന്ന ഏഷ്യൻ പൗരന്മാരായ 3 പേരെ അറസ്റ്റ് ചെയ്തു. രാജ്യത്തെ വാണിജ്യ തട്ടിപ്പുകൾക്കെതിരെ ആഭ്യന്തര മന്ത്രാലയം നടത്തുന്ന നടപടികളുടെ ഭാഗമായിരുന്നു നടപടി. ക്രിമിനൽ സെക്യൂരിറ്റി വിഭാഗമാണ് ഈ ഫാക്ടറി കണ്ടെത്തിയത്. വരാനിരിക്കുന്ന പെർഫ്യൂം പ്രദർശനത്തോടനുബന്ധിച്ച് പ്രാദേശിക വിപണിയിൽ വിതരണം ചെയ്യാനായി അന്താരാഷ്ട്ര പ്രാദേശിക പെർഫ്യൂമുകൾ വ്യാജമായി നിർമ്മിക്കുകയും സംഭരിക്കുകയും ചെയ്യുകയായിരുന്നു. ഇതോടെ നിരവധി ബ്രാൻഡഡ് പെർഫ്യൂമുകളുടെ ആയിരക്കണക്കിന് വ്യാജ ഉൽപ്പന്നങ്ങളാണ് അധികൃതർ പിടിച്ചെടുത്തത്.
കുവൈറ്റിൽ ട്രാഫിക് സിഗ്നൽ കാത്തിരിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കരുതെന്ന് നിർദ്ദേശം. റെഡ് സിഗ്നലിൽ വാഹനം നിർത്തിയിട്ടിരിക്കുമ്പോഴും ഡ്രൈവർമാർക്ക് ഫോൺ ഉപയോഗിക്കാൻ അനുവാദമില്ല എന്ന് ആഭ്യന്തര മന്ത്രാലയത്തിലെ സുരക്ഷാ മീഡിയ വിഭാഗം ഡയറക്ടറായ കേണൽ ഒത്മാൻ അൽ ഗരീബ് അറിയിച്ചു. ഫോൺ ഉപയോഗിച്ചത് പിടിക്കപ്പെട്ടാൽ 70 കുവൈറ്റ് ദിനാർ പിഴ ഈടാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ലഡാക്ക് സംഘർഷത്തിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചു. സുപ്രീം കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് BS ചൗഹാനാണ് സംഘർഷം അന്വേഷിക്കുക. സംഘർഷമുണ്ടായി 1 മാസത്തോടെ അടുക്കുമ്പോഴാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചത്. ലേ അപ്പെക്സ് ബോഡി, കാർഗിൽ ഡെമോക്രാറ്റിക് അലയൻസ് എന്നീ സംഘടനകളുടെ ശക്തമായ ആവശ്യത്തിനു മുന്നിലാണ് കേന്ദ്ര സർക്കാർ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചത്. സുപ്രീം കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് BS ചൗഹാനാണ് സംഘർഷവും 4 പേരുടെ മരണത്തിനും ഇടയാക്കിയ സംഭവങ്ങളും അന്വേഷിക്കുക. ജസ്റ്റിസ് ചൗഹാനെ സഹായിക്കാനായി ജില്ലാ ജഡ്ജി മോഹൻ സിംഗ് പരിഹാർ, IAS ഉദ്യോഗസ്ഥൻ തുഷാർ ആനന്ദ് എന്നിവരെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. മോഹൻ സിംഗ് പരിഹാർ ജുഡീഷ്യൽ സെക്രട്ടറിയായും തുഷാർ ആനന്ദ് അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടറിയായും ചുമതല വഹിക്കും. നിയമപരമായും ഭരണപരമായുമുള്ള സഹായങ്ങൾ നൽകാൻ ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സെപ്റ്റംബർ 24 നടന്ന സംഘർഷത്തിൽ 4 പേർ മരിക്കുകയും 70-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ആദ്യം മജിസ്ട്രേറ്റിൽ അന്വേഷണം പ്രഖ്യാപിച്ചുവെങ്കിലും ജുഡീഷ്യൽ അന്വേഷണത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് സംഘടനകൾ നിലപാടെടുക്കുകയും ചർച്ചകളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്തു. ഇതോടുകൂടിയാണ് സർക്കാർ നിലപാട് മയപ്പെടുത്തിയത്. ജമ്മു കശ്മീരിൽ നടക്കാൻ പോകുന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പും സർക്കാർ തീരുമാനത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഹൃദയ ശസ്ത്രക്രിയ ഭാഗികമായി നിലച്ചു. വിതരണക്കാർക്ക് പണം നൽകാത്തതിനാൽ സ്റ്റെന്റ് ഉൾപ്പെടെയുള്ള ഹൃദയ ശസ്ത്രക്രിയ ഉപകരണ പ്രതിസന്ധിക്ക് പരിഹാരമാകാത്തതാണ് കാരണം. ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്ന ഏജൻസികൾക്ക് കോടികളുടെ കുടിശ്ശികയാണ് സർക്കാർ വരുത്തി വച്ചിരിക്കുന്നത്. അവശ്യ മരുന്നുകളുടെ ക്ഷാമവും രൂക്ഷമാണ്. സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിൽ ഹൃദയ ശസ്ത്രക്രിയ ഉപകരണം നൽകുന്ന കമ്പനികൾക്ക് കോടികളുടെ കുടിശ്ശികയുണ്ട്. ശസ്ത്രക്രിയ ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്ന മെഡിക്കൽ ഡിവൈസസ് ഇൻഡസ്ട്രി വെൽഫെയർ അസോസിയേഷൻ മാത്രം 42 കോടിയുടെ കുടിശ്ശികയുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് വേണ്ട സ്റ്റെന്റ് സ്റ്റോക്കില്ലാത്തതിനാൽ പുറത്തുനിന്ന് രോഗികൾ തന്നെ വാങ്ങി നൽകിയാലേ കാര്യം നടക്കുകയുള്ളൂ. പ്രതിദിനം 15 മുതൽ 20 വരെ ആൻജിയോപ്ലാസ്റ്റി ഇവിടെ നടക്കാറുണ്ട്. ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് തങ്ങളുടെ ഊഴത്തിനായി മണിക്കൂറുകളോളം കാത്തിരുന്ന് മടങ്ങുന്നവരാണ് അധികവും. കയ്യിൽ പണമുള്ളവരും മെഡിക്കൽ ഇൻഷുറൻസ് ഉള്ളവരും സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകും. ഇത് രണ്ടുമില്ലാത്ത നിർധന രോഗികളാണ് ദുരിതത്തിലായിരിക്കുന്നത്. ഇത് തന്നെ ശസ്ത്രക്രിയ മുടങ്ങുമ്പോൾ തന്നെ സ്റ്റഡ് അല്ലാതെ തന്നെ വിവിധങ്ങളായ മരുന്നുകളൊന്നും തന്നെ ഇപ്പോൾ നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നില്ല. ഈ കാഷ്വാലിറ്റി തന്നെ പറയുകയാണെങ്കിൽ വിവിധ ആവശ്യങ്ങൾക്കായി വരുന്ന ആൾക്ക്, സാധാരണക്കാരായ ആളുകൾക്കാണ് ഇവിടെ ബന്ധപ്പെടുന്നത്. അവർക്ക് പോലും ഇത് കിട്ടാത്ത അവസ്ഥയാണ് നിലവിലുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പുറത്തേക്ക് മരുന്ന് എഴുതി കൊടുത്തുകൊണ്ട് പാവപ്പെട്ട ആളുകൾ ഇവിടുന്ന് പുറത്ത് ആരോടെങ്കിലുമൊക്കെ കടം വാങ്ങിയിട്ട് കൊണ്ടാണ് ഈ മരുന്ന് വാങ്ങാനുള്ള ഒരു സൗകര്യം അവരുണ്ടാക്കുന്നത്. അവശ്യ മരുന്ന് ക്ഷാമവും രൂക്ഷമാണ്. മരുന്ന് കമ്പനികൾക്ക് നേരാംവണ്ണം പണം നൽകാത്തതാണ് ഇവിടെയും പ്രതിസന്ധിക്ക് കാരണം. വില കൂടുതലുള്ള മരുന്നുകളിൽ ഏറിയ പങ്കും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സ്റ്റോക്കില്ല. സർക്കാർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായതാണ് ആരോഗ്യമേഖലയ്ക്ക് തിരിച്ചടിയായത്. രോഗാതുരമായ കോഴിക്കോട് മെഡിക്കൽ കോളേജിനാണ് അടിയന്തര ചികിത്സ വേണ്ടത്. സാധാരണക്കാരുടെ ആശ്രയ കേന്ദ്രമായ മെഡിക്കൽ കോളേജ് കടുത്ത പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത്. സർക്കാരിൻ്റെ ഫലപ്രദമായ ഇടപെടലിൻ്റെ അഭാവം ഇവിടെ മുഴച്ചു നിൽക്കുന്നു. ക്യാമറാമാൻ ശ്രീജിത്തിനൊപ്പം S. വിനേഷ് കുമാർ, അമൃത ന്യൂസ്, കോഴിക്കോട്. ക്യാൻസർ കിഡ്നി രോഗികൾക്ക് ഭക്ഷണവും പോഷകാഹാരവും എത്തിച്ചു നൽകാനായി 15 വർഷമായി പ്രൊഫഷണൽ നാടകോത്സവം നടത്തി പണം കണ്ടെത്തുകയാണ് തൃശൂർ പഴുവിൽ കാരുണ്യ ചാരിറ്റബിൾ സൊസൈറ്റി. ജാതിമത രാഷ്ട്രീയ വേർതിരിവില്ലാത്ത 100ഓളം ആളുകളുടെ കൂട്ടായ്മയാണ് കാരുണ്യ. ഒക്ടോബർ 20 മുതൽ 29 വരെയാണ് പഴുവിൽ കാരുണ്യ ചാരിറ്റബിൾ ട്രസ്റ്റ് വർഷം തോറും നടത്തിവരാറുള്ള പ്രൊഫഷണൽ നാടകോത്സവം. നാടകാസ്വാദനത്തിൻ്റെ വേറിട്ട തലങ്ങളിലൂടെ സഞ്ചരിക്കുന്ന 10 നാടകങ്ങൾ വേദിയിലെത്തും. പ്രൊഫഷണൽ നാടകങ്ങൾ പ്രദേശവാസികൾക്ക് വർഷം തോറും കാണാനായി എത്തിച്ച മനം നിറയ്ക്കുന്നതിനോടൊപ്പം ഇതിൽ നിന്ന് ലഭിക്കുന്ന പണം ഉപയോഗിച്ച് രോഗികളുടെ വയർ നിറയ്ക്കാനുമാണ് കാരുണ്യ എന്ന ജീവകാരുണ്യ സംഘടന ശ്രമിക്കുന്നത്. ക്യാൻസർ കിഡ്നി രോഗികൾക്ക് ഭക്ഷണവും പോഷകാഹാരവും എത്തിച്ചു നൽകാനാണ് നാടകോത്സവത്തിൽ നിന്നുള്ള പണം ഉപയോഗിക്കുന്നത്. ജനഹൃദയങ്ങളിലേക്ക് ഏറ്റവും അടുത്ത് എത്തിക്കാനുള്ള പ്രൊഫഷണൽ നാടകങ്ങൾ കഴിഞ്ഞ 15 വർഷമായും 10 നാടകങ്ങൾ വെച്ച് സംഘടിപ്പിച്ച് അതിൽ നിന്ന് ഫണ്ട് സമാഹരിച്ച് ജില്ലയിലെ ക്യാൻസർ കിഡ്നി രോഗികൾക്ക് പ്രധാനമായും
ഭക്ഷണവും പോഷകാഹാരങ്ങളും നൽകി വരുന്ന ഒരു സംഘടനയാണ്. ഒക്ടോബർ 20 മുതൽ 29 വരെ ദിവസവും രാത്രി 7 മണിക്ക് പഴുവിൽ JP സംഗമം ഹാളിലാണ് നാടകങ്ങൾ. കായംകുളം പീപ്പിൾ തിയേറ്റേഴ്സിന്റെ അങ്ങാടിക്കുരുവികൾ, അമ്പലപ്പുഴ സാരഥിയുടെ നവജാത ശിശു വയസ്സ് 54, കാഞ്ഞിരപ്പള്ളി അമലയുടെ ഒറ്റ തുടങ്ങി നിരവധി നാടകങ്ങൾ വേദിയിലെത്തും. ജീവകാരുണ്യ പ്രവർത്തന മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്ക് പത്മശ്രീ ഡോക്ടർ കുര്യൻ മേളാമ്പറമ്പിലിന് കാരുണ്യ മാൻ ഓഫ് ദി ഇയർ പുരസ്കാരവും സമർപ്പിക്കും. അമൃത ന്യൂസ്, തൃശൂർ. കായിക വാർത്തകൾ നോക്കാം. ലയണൽ മെസ്സിയും അർജന്റീന ഫുട്ബോൾ ടീമും നവംബറിൽ കേരളത്തിൽ എത്തില്ലെന്ന് വീണ്ടും അർജന്റീന മാധ്യമങ്ങൾ. കരാറിലെ വ്യവസ്ഥകൾ ഇന്ത്യ തുടർച്ചയായി ലംഘിച്ചെന്നും അതിനാൽ കരാർ പ്രകാരമുള്ള മത്സരം AFA മറ്റൊരു തീയതിയിലേക്ക് നീട്ടുന്നത് പരിഗണിക്കുകയാണെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു. ലോക ചാമ്പ്യന്മാരെ വരവേൽക്കാൻ ഒരുക്കങ്ങൾ തകൃതിയായി നടക്കുന്നതിനിടെയാണ് ഫുട്ബോൾ ആരാധകരെ നിരാശപ്പെടുത്തുന്ന വാർത്ത പുറത്തുവന്നത്. നവംബറിൽ തന്നെ മത്സരം നടത്താൻ സാധ്യമായതെല്ലാം ചെയ്തിരുന്നു. മത്സരം നടക്കുന്ന ഗ്രൗണ്ടും ഹോട്ടലും കാണാനായി അസോസിയേഷൻ പ്രതിനിധി സംഘം ഇന്ത്യ സന്ദർശിച്ചിരുന്നു. നിർഭാഗ്യവശാൽ ഇന്ത്യ കരാറിലെ വ്യവസ്ഥകൾ തുടർച്ചയായി ലംഘിച്ചെന്നും അതിനാൽ കരാർ പ്രകാരമുള്ള മത്സരം AFA മറ്റൊരു തീയതിയിലേക്ക് നീട്ടുന്നത് പരിഗണിക്കുകയാണെന്നുമാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ വൃത്തങ്ങളെ ഉദ്ധരിച്ച് അർജന്റീനയിലെ ദിനപത്രമായ ദ നേഷനാണ് ഈ വിവരം പുറത്തുവിട്ടത്. ഇന്ത്യക്ക് കരാറിലെ വ്യവസ്ഥകൾ പൂർണ്ണമായും പാലിക്കാനായില്ലെന്നും അതിനാൽ മാർച്ചിലെ ഫൈനലിസ്മയ്ക്ക് ശേഷം ഇന്ത്യയിൽ കളിക്കുന്നത് പരിഗണിക്കുമെന്നാണ് റിപ്പോർട്ട് പറയുന്നത്. പുതിയ തീയതി കണ്ടെത്തുന്നതിനായി കരാർ പുനഃക്രമീകരിക്കും. അടുത്ത വർഷം മാർച്ചിൽ സൗഹൃദ മത്സരം പുനഃക്രമീകരിക്കാനുള്ള സാധ്യത പരിശോധിച്ചു വരികയാണെന്ന് ലാ നേസിയോൺ എന്ന മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നു. നേരത്തെ അർജന്റീനയുടെ കേരളത്തിലെ മത്സര ഷെഡ്യൂളിൽ മാറ്റം വരാൻ സാധ്യതയെന്ന പ്രമുഖ സ്പോർട്സ് ചാനലായ TYC സ്പോർട്സും മുൻഡോ ആൽബിസെലസ്റ്റയും റിപ്പോർട്ട് ചെയ്തിരുന്നു. അർജന്റീനയുടെ അടുത്ത 2 സൗഹൃദ മത്സരങ്ങളും അങ്കോളയിൽ തന്നെയാകും നടക്കുക. വ്യത്യസ്ത ടീമുകളായിരിക്കും എതിരാളികൾ. കോപ്പ അമേരിക്ക ചാമ്പ്യന്മാരായ അർജന്റീനയും UEFA യൂറോ ചാമ്പ്യന്മാരായ സ്പെയിനും ഏറ്റുമുട്ടുന്ന ഫൈനലിസിമ പോരാട്ടം 2026 മാർച്ച് 28-നാണ്. ഖത്തറിലെ ലുസൈൽ അന്താരാഷ്ട്ര സ്റ്റേഡിയമാണ് വേദിയായി പരിഗണിക്കുന്നത്. സംഘാടകരായ UEFAയോ തെക്കൻ അമേരിക്കൻ ഫുട്ബോൾ ഫെഡറേഷനോ ആതിഥേയ രാജ്യമായ ഖത്തറോ ഇതുമായി ബന്ധപ്പെട്ട് ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയിട്ടില്ല. ന്യൂസ് ഡെസ്ക്, അമൃത TV. രഞ്ജി ട്രോഫിയിൽ കേരളത്തിനെതിരെ മഹാരാഷ്ട്രയ്ക്ക് 20 റൺസിൻ്റെ ലീഡ്. ആദ്യ ഇന്നിംഗ്സിൽ കേരളം 219 റൺസിന് പുറത്തായി. അർദ്ധ സെഞ്ചുറി നേടിയ സഞ്ജു സാംസണും സൽമാൻ നിസാർ, മുഹമ്മദ് അസറുദ്ദീൻ എന്നിവരാണ് തകർച്ചയിൽ നിന്നും ആതിഥേയരെ കരകയറ്റിയത്. മഹാരാഷ്ട്രയുടെ ഒന്നാം ഇന്നിംഗ്സ് 239 റൺസിന് അവസാനിച്ചിരുന്നു. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തയ്ക്കായി അമൃത ന്യൂസ് യൂട്യൂബ് കാണുക.